മൈമസ് കിച്ചന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചിക്കൻ മോമോസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഇത് കടയിൽ എനിക്ക് ഒരുപാട് ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ കടയിലെ പോലെ തന്നെ ടേസ്റ്റി ആയിട്ട് വീട്ടില് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. അപ്പം ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ റെസിപ്പി നിങ്ങൾക്ക് ഷെയർ ചെയ്യാന്ന് ഓർത്തത്. പിന്നെ എന്റെ കഴിഞ്ഞ വീഡിയോ ബാനോഫിപ്പൈ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലെ? കാണാത്തവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാവരും ഒന്ന് മറക്കാതെ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ മൈമസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മൈമസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ ഇപ്പൊ ഞങ്ങൾ വീഡിയോസ് ഒക്കെ മാക്സിമം ഷോർട്ടാക്കിയാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ ആരും മറക്കാതെ കാണണം, എല്ലാ വീഡിയോസും സ്കിപ്പ് ചെയ്യാതെ കാണണം. കാരണം ഒന്ന് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഇൻഗ്രീഡിയൻസോ ടിപ്പോ ഒക്കെ ആയിരിക്കും മിസ്സാകുക. അതുകൊണ്ട് തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുൾ കാണണം. ഇനി നമുക്ക് ചിക്കൻ മോമോസ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പൊ അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് മൈദ, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ എണ്ണ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന പോലെ നല്ലപോലെ നമുക്ക് കുഴച്ചെടുക്കാം. ഇനി അതിന്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ കൂടെ തേച്ചിട്ട് നമുക്കൊരു 20 മിനിറ്റ് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിന്റെ ഫില്ലിംഗ് തയ്യാറാക്കാൻ വേണ്ടി 1/4 കിലോ ബോൺലെസ് ചിക്കൻ നമുക്ക് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി വേണം നമ്മൾ ബോൺലെസ് ചിക്കൻ ക്രഷ് ചെയ്തെടുക്കാൻ. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവോള അരിഞ്ഞു വെച്ചത്, പച്ചമുളക്, ഇഞ്ചി, മല്ലിയില, വെളുത്തുള്ളി ഇവയെല്ലാം കൂടെ ക്രഷ് ചെയ്ത് വെച്ച ചിക്കനിലോട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിന്റെ കൂട്ടത്തിൽ 1 സ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും 1/4 സ്പൂൺ സോയ സോസും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് നേരത്തെ കുഴച്ച് വെച്ച മാവ് എടുത്ത് മോമോസിന് വേണ്ടി പരത്താം. നല്ല തിന്നായിട്ട് വേണം കേട്ടോ പരത്താന്. പിന്നെ എൻ്റെ കയ്യിൽ ഈ ഒരു സൈസ് കിട്ടിയുള്ളൂ മുറിക്കാൻ വേണ്ടി. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ വലിയ പാത്രം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് മുറിച്ചാൽ വലിയ മോമോസ് കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച ചിക്കൻ എടുത്ത് നമുക്ക് ഫില്ലിംഗ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിന്റെ സൈഡെല്ലാം ഇതുപോലെ ചെറുതായിട്ട് മടക്കി സാരിയുടെ പ്ലീറ്റ്സ് ഒക്കെ എടുക്കുന്ന പോലെ മടക്കി കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മടക്കാട്ടോ. ഇത് വേണമെങ്കിൽ റൗണ്ട് ഷേപ്പ് വേണമെങ്കിൽ മടക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ മോമോസ് എല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് സ്റ്റീം ചെയ്തെടുക്കണം. അതിനായി ഇഡ്ലി പാത്രം വെച്ച് ഇഡ്ലി തട്ടിൽ കുറച്ച് എണ്ണ തേച്ച് ഈ മോമോസ് എല്ലാം നമുക്കൊന്ന് നിരത്തി വെച്ചതിന് ശേഷം ഒരു 20 മിനിറ്റ് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പൊ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മോമോസ് ഒക്കെ ഇവിടെ നല്ലപോലെ വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് മോമോസിന് വേണ്ടിയുള്ള സ്പൈസി റെഡ് ചട്നി തയ്യാറാക്കി എടുക്കാം. അതിനായി 3 മീഡിയം സൈസ് തക്കാളി, ഒരു 7 ചുമന്ന മുളക്, 4 വെളുത്തുള്ളി ഇവയെല്ലാം എടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇത് നല്ലപോലെ തിളച്ചതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ആറാനായി മാറ്റി വെക്കാം. ആറിയതിനു ശേഷം നമുക്ക് ഈ തക്കാളിയുടെ തോലെല്ലാം ഒന്ന് പൊളിച്ചെടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ മിക്സിയിലിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി വേണം നമ്മൾ അരച്ചെടുക്കാൻ. ഇനി ഇതൊന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടി കുറച്ച് എണ്ണ ഒഴിച്ച് അത് ചൂടായതിനു ശേഷം അരച്ച് വെച്ച ചട്നി അതിലേക്ക് ഒഴിച്ച് 1 സ്പൂൺ സോയാ സോസും 1 നുള്ളു പഞ്ചസാരയും കൂടെ ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ മോമോസിന് വേണ്ടിയുള്ള സ്പൈസി റെഡ് ചട്നി ഇവിടെ റെഡിയായി. കട കിട്ടുന്ന അതേപോലെ തന്നെ നമുക്ക് മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മോമോസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ട് ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യണം കേട്ടോ. മൈമസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് അടിച്ചേക്കണം. അപ്പോൾ മറ്റൊരു കിഡിലും റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.